ഹായ് ഫ്രണ്ട്സ്, PYQ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്മീഷൻ പെയ്ഡ് ടു കൺസൈനി ഫോർ സെയിൽസ് എബോവ് സർട്ടൺ പ്രൈസ് ഈസ് കോൾഡ്. 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഓർഡിനറി കമ്മീഷൻ, ഓവർ റൈഡിംഗ് കമ്മീഷൻ, ഡെൽക്രേഡർ കമ്മീഷൻ, ബ്രോക്കറേജ്. വാട്ട് ഈസ് ആൻസർ? ദ ആൻസർ ഈസ് ഓവർ റൈഡിംഗ് കമ്മീഷൻ. എന്താണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ? ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കമ്മീഷനാണ് ഇൻ അഡീഷൻ ടു നോർമൽ കമ്മീഷൻ. ഇത് സാധാരണ രീതിയിൽ ഓഫർ ചെയ്യുന്നത് കൺസൈനിക്ക് ഓഫർ ചെയ്യുന്നത് പുതിയ ന്യൂ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് കൺസൈനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സെയിൽസ് ടാർജറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഡിസൊല്യൂഷൻ ദ ലോൺ ഫ്രം എ പാർട്ണർ ഈസ് ഓപ്ഷൻ എ ക്രെഡിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ബി ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, സി പെയ്ഡ് ബിഫോർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി, ഡി പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ദ ആൻസർ ഈസ് പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. സാധാരണ രീതിയിൽ ഇത്തരം ലോൺ ഫ്രം പാർട്ണർ സാധാരണ രീതിയിൽ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. ഇത് ലോൺ അക്കൗണ്ടിൽ തന്നെയാണ് പേയ്മെൻറ്റ് വരുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആൻഡ് സെറ്റിൽഡ് ബിഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് സാധാരണ രീതിയിൽ ലോൺ ഫ്രം പാർട്ണേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. ദ ആൻസർ ഈസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ AS1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്, AS5 എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ്, പ്രയർ പീരീഡ് ഐറ്റംസ്, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് AS5 വരുന്നത്. ഇനി AS10 വരുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഫിക്സഡ് അസറ്റ്സ്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പൽ ദാറ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഈസ് കോൾഡ്. ഇത് ഏത് പ്രിൻസിപ്പിളാണ് വരുന്നത്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മാച്ചിങ് പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ദ ആൻസർ ഈസ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഇത് പ്രകാരം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് വെൻ ഇറ്റ് ഈസ് ഏൺഡ് റിഗാർഡ്ലെസ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ല, എപ്പോഴാണ് അത് ഏൺ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ റിക്വയർസ് റീവാലുവേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. Assumption: insolvency affects the financial position of a partnership firm. The second, insolvent partners capital account will always have a credit balance. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ എപ്പോഴും ഫേമിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാലുവേഷൻ ചെയ്യേണ്ടതായി വരുന്നു. ഇനി അതിൻ്റെ അസംഷൻ നോക്കാം. ഇൻസോൾവൻസി പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ഇൻസോൾവൻറ്റ് പാർട്ണറിൻ്റെ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അസംഷൻ കറക്റ്റ് ആണ്. ഇൻസോൾവൻസി ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇൻസോൾവൻറ്റ് പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കില്ല, ഡെബിറ്റ് ബാലൻസ് ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ വരുന്നത് ഓൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ്. ഫ്രണ്ട്സ്, നെറ്റ് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഒരു ദിവസത്തെ പ്രയത്നം മാത്രം പോരാ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ഒത്തിരി സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസും അതുപോലെ PYQ ഡിസ്കഷൻസും ടിപ്സും ട്രിക്സും ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് നെറ്റോ സെറ്റോ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് ഈ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. താങ്ക് യു വെരി മച്ച്. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.